സഹോദരരെ, ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ദിനം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എല്ലാവരും പറയും അത് ക്രിസ്മസ് ദിനമാണ്. മനം കവരുന്ന ചെറിയ തണുപ്പിൽ നക്ഷത്രങ്ങൾ നിറയെ തുറക്കുന്ന കുഞ്ഞു മാലാഖമാർ കാവൽ നിൽക്കുന്ന പുൽക്കൂടും, ഉണ്ണിയേശുവിന് ചുറ്റും കാവൽ നിൽക്കുന്ന മാലാഖമാരും, നൃത്തം വയ്ക്കുന്ന ആട്ടിടയന്മാരും, നസ്രായന കാഴ്ചകൾക്ക് സമർപ്പിക്കുന്ന പൂജ്യരാജാക്കന്മാരും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് കാരൽ, ക്രിസ്മസ് കാർഡുകൾ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ആശംസകൾ, ഇങ്ങനെ ആണ്ടുവട്ടത്തിലെ ഏറ്റവും സുന്ദരമായ ദിനം അത് ക്രിസ്മസ് ആയിട്ട് മാറുകയാണ്. അത് മാത്രമല്ല, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള മനുഷ്യന്റെ നിലവിളിക്ക് പ്രത്യുത്തരമായിട്ട് ദൈവം മനുഷ്യനെ അത്രയധികമായി സ്നേഹിച്ചു. അതിന്റെ പ്രതിഫലനമായിട്ട് ദൈവം മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മ. അതിലുപരിയായിട്ട് ദൈവം ദൈവമാണെന്ന് മറന്നുപോയ ഒരു ദിനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുക. സ്വർഗം ഭൂമിയെയും ഭൂമി സ്വർഗത്തെയും സ്പർശിക്കുന്ന വലിയ ഒരു പുണ്യദിനം. വ്യക്തിപരമായി ദൈവം എന്റെ ദൈവമായി മാറിയ ദിനമാണ് ഈ ക്രിസ്മസ് ദിനം. ദൈവം എന്റെ ചാരെ, എന്റെ അരികിൽ, എന്റെ ഹൃദയത്തിൽ വാസമർപ്പിച്ച ദിനം. ആകാശത്തോടെ പറക്കുന്ന വിമാനത്തിൽ എങ്ങനെയാണ് മനുഷ്യർ കയറുക എന്ന് ചോദിച്ച 5 വയസ്സുകാരൻ മകനോട് അപ്പൻ പറയുന്ന ഉത്തരമുണ്ട്. മനുഷ്യനെ വിമാനത്തിലേക്ക് കയറ്റാൻ വിമാനം താഴേക്ക് ഇറങ്ങിയിട്ട് ഇതന്നെയല്ലേ ക്രിസ്മസ് ദിനത്തിൽ നാം കണ്ടുമുട്ടുക. വിണ്ണിന്റെ നാഥനായ ദൈവം വിണ്ണുപേക്ഷിച്ച് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മണ്ണിലലയുന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്തിയ പുണ്യദിനം. സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, പ്രിയമുള്ളവരെ, നാം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. സക്കേവൂസിനോട് ദൈവം പറയുന്നില്ലേ, ഈശോ പറയുന്നില്ലേ, താഴേക്ക് ഇറങ്ങി വരിക, ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കുകയും. പ്രിയമുള്ളവരെ, അധികാരത്തിന്റെയോ പണത്തിന്റെയോ അറിവിന്റെയോ സൗന്ദര്യത്തിന്റെയോ കഴിവുകളുടെയും ഒക്കെ മുകളിലായിരിക്കും നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് ഈ പുണ്യദിനത്തില് നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുക. നാം താഴേക്ക് ഇറങ്ങാൻ മനസ്സ് കാണിച്ചാൽ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മെ തന്നെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മെ തന്നെ താഴ്ത്തുക, ദൈവം നമ്മെ കൈപിടിച്ചുയർത്തും. കാലത്തിന്റെ അടയാളങ്ങൾ വായിക്കാതെ മുകളിൽ തന്നെ ബലം പിടിച്ചിരിക്കുന്നവർക്ക് ക്രിസ്മസ് ഒരു തിരിച്ചറിവാണ്. നമ്മൾ ചുരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഈഗോയുടെ കുമ്പളകൾ പൊട്ടിച്ച് പച്ച മണ്ണിൽ ജീവിത യാഥാർത്ഥങ്ങളിൽ ചവിട്ടി നിൽക്കുക എന്ന ഈ പുണ്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഈ ഇറങ്ങി വരവ് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ, നമ്മുടെ ജീവിത യാഥാർത്ഥത്തിൽ നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേ ക്രിസ്മസ് എന്ന് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഈ ഇറങ്ങി വരവ് സാധ്യമാകാനായിട്ട് നമുക്ക് സാധിക്കും. ജീവിത പങ്കാളിയിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. നമ്മുടെ മക്കളിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. സന്യാസ ഭവനങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കി കൂടെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു എമ്മാനുവൽ അനുഭവം എല്ലാം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പലരെയും തള്ളിക്കളയുന്ന, പാവപ്പെട്ടവർക്ക്, നിലാരംബർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സ്ഥലമില്ലാത്ത സത്രങ്ങളല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉൾക്കൂടകളാകട്ടെ നമ്മുടെ ഹൃദയം. അപ്പോൾ നാമം ലൂക്കാ 2:16 പറഞ്ഞതുപോലെ വലിയ സന്തോഷത്തിൽ എല്ലാവർക്കും